ഞാൻ ദേ ഒരു ഏകദേശം അരമണിക്കൂറായിട്ട് ഇവിടെ പോസ്റ്റായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേറൊന്നുമല്ല, ഞാൻ എൻ്റെ ഇൻലോയും കൊണ്ട് ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. കൂടാതെ എൻ്റെ PAയും ഉണ്ട്. ബോറടിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കലാപരിപാടി തുടങ്ങി. മോള് സ്കൂളിൽ ലീവ് എടുത്തതാണ് കേട്ടോ. കാരണം ഇന്ന് എൻ്റെ മോൻ്റെ ആർട്ട് ഫെസ്റ്റ് ഡേ ആണ്. അപ്പോൾ പോകുന്നതിന് മുന്നേ പുള്ളിക്കാരൻ പറഞ്ഞിട്ടാണ് പോയത്, ദീദി എന്തായാലും എൻ്റെ പ്രോഗ്രാം കാണാൻ വരണമെന്ന്. സോ പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും ഞങ്ങൾ 3 പേരും കൂടെ ഇനി നേരെ അങ്ങോട്ടാണ്. 3 പേരല്ല 4 പേര്, കാരണം കൂടെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളതേ പോവാണ് കേട്ടോ. ഓൾറെഡി ഞങ്ങൾ ലേറ്റായി. മോൻ്റെ പ്രോഗ്രാം തുടങ്ങിയോ എന്നുള്ള ഒരിതിലാണ് ഞങ്ങൾ പോയത്. പക്ഷെ പോയപ്പം തുടങ്ങിയിട്ടില്ല. ഞാൻ ആകെ നെഞ്ചെടുപ്പോടെയാണ് കേട്ടോ ഇരിക്കുന്നത്. കാരണം അവരെക്കാളും കൂടുതൽ ടെൻഷൻ ഞങ്ങൾക്കാണല്ലോ. ഇവർ ഈ മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് മറന്നു പോകുമോ, പറയൂ, അങ്ങനത്തെ പല ടെൻഷൻസ് ആയിരിക്കും നമ്മുടെ മൈൻഡിൽ ഓടിയിട്ടിരിക്കുന്നത്. അങ്ങനെ പ്രോഗ്രാമൊക്കെ ഏകദേശം തീരാറായിട്ടുണ്ട്. പക്ഷേ തീരുന്നതിന് മുമ്പേ മോൻ്റെ 3 പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളതേ അവനെയും കൂട്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങി. അങ്ങോട്ട് പോയപ്പോഴേതാ ഈ ഒരു ഷോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ സ്കൂളിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇപ്പോഴായിട്ട്, അതായത് പുതിയതായിട്ട് തുടങ്ങിയൊരു ഷോപ്പാണ്. ഈ ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനൊരു ഷോപ്പ് കണ്ടപ്പോൾ മോൾക്ക് ഭയങ്കര ആഗ്രഹം അവിടെ ഒന്ന് കയറണമെന്ന്. അങ്ങനെ അവിടെ കയറി കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഞങ്ങൾ ഷോപ്പ് ചെയ്ത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഷോപ്പ് എന്താണെന്ന് നോക്കാനാണ് കയറിയത്. പക്ഷേ കയറി കഴിഞ്ഞപ്പോൾ 2-3 സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. മോൻ്റെ പ്രോഗ്രാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം 2 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഞാൻ വീട്ടിൽ വേറെ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ലെന്ന സത്യസന്ധമായ കാര്യം ഹസ്ബൻഡ് അറിഞ്ഞതുകൊണ്ട് നേരെ ഞങ്ങൾ പോയത് ഹോട്ടലിലോട്ടാണ് കേട്ടോ. പിന്നെ അവിടെ പോയി നല്ലൊരു ബിരിയാണിയും കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോയി.